സെബം സെക്രീഷൻ നിയന്ത്രിക്കുന്നതും തുറന്ന സുഷിരങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള മികച്ച മോളിക്യൂൾസുകൾ അടങ്ങിയ ക്രീമുകളും ലോഷനുകളും ഏതൊക്കെ? അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സെബം നിയന്ത്രിത മോളിക്യൂൾസുകളിൽ നിയാസിനമൈഡ്, ഗ്ലൈക്കോലിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഹയലറോണിക് ആസിഡ്, റെറ്റിനോൾ, സെറാമൈഡുകൾ തുടങ്ങിയവയാകുന്നു. അതിൽ നിയാസിനമൈഡ് ചർമ്മത്തിലെ എണ്ണ ഉൽപാദനം നിയന്ത്രിക്കുന്നു, ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുന്നു. ഗ്ലൈക്കോലിക് ആസിഡ് ചർമ്മത്തിലെ ഡെഡ് സ്കിന്നുകളെ പുറന്തള്ളുന്നു, ചർമ്മത്തിലെ സുഷിരങ്ങൾ കുറയ്ക്കുന്നു, വീക്കം കുറയ്ക്കുന്നു, ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നു. ഹയലറോണിക് ആസിഡ് ചർമ്മത്തിലെ ജലാംശം പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, സുഷിരങ്ങളുടെ അളവുകൾ കുറയ്ക്കുന്നു, അവയുടെ രൂപം കുറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു, ചർമ്മത്തിന്റെ പുതിയൊരു ഘടന സൃഷ്ടിക്കുന്നു. റെറ്റിനോൾ കൊളാജൻ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നു, ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നു, സുഷിരങ്ങളുടെ വലിപ്പം കുറയ്ക്കുന്നു. സെറാമൈഡുകൾ ചർമ്മത്തിന്റെ തടസ്സ പ്രവർത്തനം നന്നാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു, ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും സുഷിരങ്ങളുടെ വലിപ്പം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ മോളിക്യൂൾസ് അടങ്ങിയ ക്രീമുകളോ സെറമോ ലോഷനുകളോ നിങ്ങൾക്ക് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. തുറന്ന സുഷിരങ്ങളുള്ളവയും അതുപോലെ തന്നെ സെബം സെക്രീഷൻ കൂടിയിട്ട് മുഖക്കുരു പ്രശ്നമായിട്ടിരിക്കുന്ന ചർമ്മത്തിന് ഈ മോളിക്യൂൾസുകൾ ഗുണം തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.